ഇന്നസെന്റ് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ കോസ്റ്റ്യൂമിൽ വേണം ഇന്ന് എസ് സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് അത് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. ഇപ്പോൾ 2 ഗ്രീൻ ചാർട്ട് പേപ്പർ ഇതേപോലെ വാങ്ങിച്ചിട്ട് ക്രിസ്മസ് ട്രീയുടെ ഇതേപോലെ ഷേപ്പ് ഞാൻ വരച്ചു കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് പരിപാടി ഇത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവളുടെ ആ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കവാറും എൻ്റെ അമ്മ എന്ത് തേങ്ങയാണ് കാണിക്കണേ, ഇതായിരിക്കില്ലേ അവളുടെ തോട്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ട്രീ ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. ഇനി നമുക്ക് പരിപാടി എന്ന് പറയുന്നത് ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്യണം. അതിന് ഈ സൈഡിൽ റിബൺ ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അങ്ങനെ അതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞ് ഞാൻ ഇതേപോലെ പെയിൻറ് ചെയ്തു. അങ്ങനെ ഞാൻ പെയിൻറ് ചെയ്യുന്നത് കണ്ടപ്പോൾ എസയ്ക്കും പെയിൻറ് ചെയ്യാനൊരു പൂതി. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അവളെ കൊണ്ട് 2 തൊണ്ട് ഇങ്ങനെ തൊണ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് കുട്ടീനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ തന്നെയാണ് വീണ്ടും അത് കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ ഈ പച്ചക്കൈകൾ കണ്ടിട്ടാണ് അവൾക്ക് ഇത്ര സന്തോഷം. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതേപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. എനിക്ക് സംഭവം ചെയ്യുമ്പോഴാണ് സ്ട്രെസ് വരിക. എനിക്ക് അത്ര പോലും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ ക്രാഫ്റ്റ് വർക്ക്. പിന്നെ എന്തിനാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണേന്നുള്ള എൻ്റെ ഉത്തരം ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അങ്ങനെ ട്രീമ പെയിൻറ്റഡ് ഒക്കെ കഴിഞ്ഞു. ഇനി അതുമേക്കുള്ള ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആണ് നമുക്ക് ആവശ്യം. അതിന് ഇതേപോലെ വൂളൻ ത്രെഡ് വെച്ചിട്ട് യൂട്യൂബിൽ കണ്ടൊരു ഹാക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത്. ആൻഡ് ഇതേപോലെ കുറേ പൂക്കൾ നമ്മൾ ഉണ്ടാക്കി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കീറലുകൾ, ചെറിയ ചെറിയ ഓട്ടകൾ, അതിലെല്ലാം ഇത് കുത്തി നിറച്ച് വെക്കുക. ഇനി ആ പൂക്കൾ അവിടെയും തികഞ്ഞില്ലെങ്കിൽ ഇതേപോലെ കാണുന്ന ചെറിയ നക്ഷത്രങ്ങൾ എടുത്ത് അറഞ്ചും പുറഞ്ചും മുട്ടിച്ച് കൊടുക്കുക. ആ പരിപാടികളെല്ലാം ആയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു. കാരണം കുട്ടിക്ക് കളറടിക്കാൻ പറ്റാത്ത വിഷമം ഇതിലങ്ങോട്ട് തീർക്കട്ടെ. ഇനി ഞാൻ നോക്കുന്നത് എസയുടെ സൈസാണ്. ഇപ്പോൾ സൈസ് നോക്കിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എനിക്ക് ആ റിബൺ വെച്ച് ആ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ആൻഡ് റിബൺ സ്റ്റേപ്ലർ ചെയ്തിട്ട് അതിന്മേൽ സ്റ്റാർ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തു, ആ സ്റ്റേപ്ലർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫുൾ സ്ലീവ് റെഡ് ടീഷർട്ട് ആൻഡ് ബ്ലാക്ക് പാൻറ് ഇട്ടിട്ട് വേണം ചെല്ലാൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇങ്ങനെയാണ് അവൾ സ്കൂളിലേക്ക് ഇന്ന് പോയത്.